ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓർത്തഡോക്സ് യാക്കോബായ സഭ പള്ളി തർക്കത്തിൽ ഇതാ നിർണായക വിധി വന്നിരിക്കുകയാണ്. സർക്കാർ പള്ളികൾ ഏറ്റെടുക്കേണ്ടെന്ന ഹൈക്കോടതി. 6 പള്ളികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കി. ശ്യാം ദേവരാജാണ് ചേരുന്നത്. ശ്യാം, ഇതിപ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ വിധി റദ്ദാക്കിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്താണ്? സർക്കാർ പള്ളികൾ ഏറ്റെടുക്കേണ്ട എന്ന് കൃത്യമായി തന്നെ വിധി പ്രസ്താവത്തിൽ പറയുന്നു. വിശദാംശങ്ങൾ എന്താണ്? വിനിത വേണു, ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും യാക്കോബായ സഭയെ സംബന്ധിച്ചും രണ്ട് രീതിയിൽ ആശ്വാസമാണ്. അത് ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് തിരിച്ചടി കൂടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. നേരത്തെ 6 പള്ളികൾ എറണാകുളം ജില്ലയിലെയും പാലക്കാട് ജില്ലയിലെയും 3 വീതം പള്ളികൾ ജില്ലാ കളക്ടർമാർ ഏറ്റെടുക്കണം, സർക്കാർ ഏറ്റെടുക്കണമെന്നായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ 2024 ഓഗസ്റ്റ് മാസം 30 വിധി. ഈ ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ഹൈക്കോടതി യാക്കോബായ സഭ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. എറണാകുളം ജില്ലയിലെ ഓടക്കാലി സെന്റ് മേരീസ് പള്ളി, പുളിന്താനം സെന്റ് ജോൺസ് ബെസ്ഫേജ് പള്ളി, മഴുവന്നൂർ സെന്റ് തോമസ് പള്ളി, പാലക്കാട് ജില്ലയിലെ മംഗളം ഡാം സെന്റ് മേരീസ് പള്ളി, എരിക്കഞ്ചിറ സെന്റ് മേരീസ് പള്ളി, ചെറുകുന്നം സെന്റ് തോമസ് പള്ളികൾ യാക്കോബായ സഭയിൽ നിന്ന് ഓർത്തഡോക്സ് സഭ ഏറ്റെടുക്കണമെന്നതായിരുന്നു. ഇത് ചോദ്യം ചെയ്തതാണ് യാക്കോബായ സഭ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ഇതിൽ ഹൈക്കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ഇതിൽ ഈ പള്ളികൾ ഏറ്റെടുക്കണമെന്ന സർക്കാരിന്റെ ബാധ്യത ഹൈക്കോടതി ഒഴിവാക്കുന്നു. 6 പള്ളികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കുകയും ചെയ്തു. സിവിൽ ആവശ്യത്തിലൂടെ പോലീസിന്റെ സംരക്ഷണം തേടാനാവില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ഓരോ പള്ളികളുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് വേണം തീരുമാനമെടുക്കാൻ. എല്ലാ പള്ളികളിലും ഒരേ സാഹചര്യമെന്ന വാദം ഓർത്തഡോക്സ് സഭയ്ക്ക് ഉന്നയിക്കാനാവില്ല എന്ന കാര്യവും കൂടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നുണ്ട്. പള്ളികളുടെ ഭരണ സ്വത്തവകാശ തർക്കം തീർക്കേണ്ടത് സിവിൽ കേസിലൂടെയാണ് എന്ന കാര്യവും കൂടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നു. സിവിൽ തർക്കങ്ങൾ സിവിൽ ഹർജികളിലൂടെ തന്നെ പരിഹരിക്കണം. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിലൂടെ അധികാരം പിടിച്ചെടുക്കാനാവില്ല, ഈ ആരാധനാലയങ്ങളുടെ അധികാരം പിടിച്ചെടുക്കാനാവില്ല എന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഓരോ പള്ളികളും പ്രത്യേകമായി പരിഗണിക്കപ്പെടണം. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലൂടെ തീരുമാനമെടുക്കാനാവില്ല. സിംഗിൾ ബെഞ്ച് ആ രീതിയിൽ തീരുമാനമെടുത്തതിന് സിംഗിൾ ബെഞ്ചിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇത്തരം ഉത്തരവിറക്കാൻ ഹൈക്കോടതിക്ക് പ്രത്യേകമായ അധികാരമുണ്ട്. പക്ഷേ അധികാരം ഉപയോഗിക്കുമ്പോൾ അതിർവരമ്പുകൾ പാലിക്കണമെന്നതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെതിരായ ഡിവിഷൻ ബെഞ്ചിന്റെ വിമർശനം. മാത്രമല്ല, സിംഗിൾ ബെഞ്ച് അന്ന് സംസ്ഥാന സർക്കാരിനെയും പോലീസിനെയും അടക്കം അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. സംസ്ഥാന പോലീസ് മേധാവി അടക്കം ഹൈക്കോടതിയിലേക്ക് വിളിച്ചു വരുത്തുകയും ജില്ലാ കളക്ടർമാർ നേരിട്ട് ഹാജരാകുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഉത്തരവ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് നടപ്പാക്കാത്ത സാഹചര്യത്തിൽ ഈ ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നത്. സിംഗിൾ ബെഞ്ചിന്റെ കർശന നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഈ നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കുന്നത്. അത് ഓർത്തഡോക്സ് സഭയുടെ കോടതിയിലക്ഷ്യ ഹർജി നിൽക്കും. പക്ഷേ ആ രീതിയിൽ മുന്നോട്ട് പോകാം, അത് സിവിൽ ആവശ്യത്തിലൂടെ മുന്നോട്ട് പോകാമെന്ന കാര്യവും കൂടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ഈ വിഷയത്തിലേക്ക് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു ഘട്ടത്തിൽ വന്നു വീഴുകയായിരുന്നു. പ്രത്യേകിച്ചും ജില്ലാ കളക്ടർമാരും ജില്ലാ പോലീസ് മേധാവിമാരും ഉൾപ്പെടെയുള്ളവർ കോടതി മുറികളിലേക്ക് കോടതി ലക്ഷ്യ ഹർജിയിൽ നിൽക്കേണ്ട അവസ്ഥ വരെ ഉണ്ടാവുകയും ചെയ്തു. കോടതി വിളിച്ചു വരുത്തുകയും അതിരൂക്ഷമായ ഭാഷയുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ എല്ലാ നടപടികളും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നു. യാക്കോബായ സഭയെ സംബന്ധിച്ചും ആശ്വാസകരമാണ്. കാരണം തൽക്കാലം എന്തായാലും ഈ 6 പള്ളികൾ ഏറ്റെടുക്കില്ല. അതത് പള്ളികളുടെ സാഹചര്യവും ഭരണപരമായ കാര്യങ്ങളും പരിശോധിച്ച് വേണം പള്ളികൾ ഏറ്റെടുക്കാൻ. അത് പ്രത്യേകമായി പരിശോധിക്കണമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ശ്യാം, അപ്പോൾ ഇനി ഇതിൽ നിയമ നടപടികൾ വീണ്ടും മുന്നോട്ട് പോകും. അപ്പീൽ നടപടികളുമായി സുപ്രീം കോടതിയെ സമീപിക്കുകയായിരിക്കും അല്ലേ? ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നിയമ വഴി അതാണല്ലോ. നേരത്തെ തന്നെ 2024 ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് പുറത്തു വന്നതിന് ശേഷം യാക്കോബായ സഭ ആദ്യം ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുന്നു. അതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭ പോവുകയും ചെയ്യുന്നു. ഈ അപ്പീൽ നിലവിൽ തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. നേരത്തെ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരുന്നത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ വിഷയം പരിഗണിക്കേണ്ടതില്ല, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ വിഷയം പരിഗണിച്ച് തീരുമാനമെടുക്കുക എന്നതായിരുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ വിഷയം പരിഗണിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി സുപ്രീം കോടതിയിൽ പെൻഡിങ്ങിലുള്ള അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിലേക്കായിരിക്കും ഇനി ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും പോവുക. നേരത്തെ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആരാധനാലയങ്ങൾ ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടോ എന്ന ചോദ്യമായിരുന്നു. അത്തരം ഒരു സിവിൽ ഹർജിയിലൂടെ അങ്ങനെ ആരാധനാലയങ്ങളുടെ അധികാരം ഏറ്റെടുക്കാൻ അധികാരമില്ല, സർക്കാരിന് അധികാരമില്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം ലഭിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായും ഓർത്തഡോക്സ് സഭ ഇതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് പോകുമെന്ന കാര്യം തീർച്ചയാണ്. എത്രയും വേഗം അവർ ഈ നിലവിലുള്ള ഹർജിയിൽ അത് പരിഗണിക്കുകയും സുപ്രീം കോടതി തീരുമാനമെടുക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്യും. നേരത്തെ 2017 വിധിയനുസരിച്ചാണ് കേരളത്തിലുള്ള യാക്കോബായ സഭയുടെ കൈവശമുള്ള
പള്ളികൾ ഓർത്തഡോക്സ് സഭയുടെ കൈവശത്തിലേക്ക് വരുന്നത്. പക്ഷേ പല പള്ളികളും ഈ രീതിയിൽ വിട്ടു നൽകാൻ യാക്കോബായ സഭ തയ്യാറായിരുന്നില്ല. വളരെ വലിയ രീതിയിലുള്ള തർക്കങ്ങളടക്കം യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിൽ വിവിധങ്ങളായ ഇടങ്ങളിൽ ഇപ്പോഴും നിലവിലുണ്ട്. സജോ ദേവസ്യ കൂടി ചേരുകയാണ്. സജോ, ഇതിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഒരു സുപ്രീം കോടതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിവിഷൻ ബെഞ്ച് ഇതിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ വിധി റദ്ദാക്കിക്കൊണ്ട് പള്ളികൾ ഏറ്റെടുക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ്. യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളവും ഒപ്പം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആശ്വാസം എന്ന് പറയുമ്പോൾ പോലും എന്തായിരിക്കും ഇതിന്റെ ഇമ്പാക്ട്? വിനീത, ഈ പള്ളികളുടെ കാര്യത്തിൽ, അതായത് തർക്കമുള്ള പള്ളികളുടെ കാര്യത്തിൽ ബാധകമായ സുപ്രീം കോടതി ഉത്തരവുണ്ട്. ആ ഉത്തരവ് എന്നത് 1934 മലങ്കര സഭാ ഭരണഘടന പ്രകാരം പള്ളികൾ ഭരിക്കപ്പെടണം എന്നതാണ്. എന്ന് വെച്ചാൽ ഇതൊരു സിവിൽ കേസാണ്. അതായത് ഒരു വിശ്വാസത്തിന്റെ പ്രശ്നം, മൗലിക അവകാശത്തിന്റെ പ്രശ്നം, ഭരണഘടനാ പ്രശ്നം എന്ന് തുടങ്ങിയുള്ള ഒന്നല്ല. അങ്ങനെ വരുമ്പോൾ ഇത്തരം കേസുകളിൽ മുൻപ് പലപ്പോഴും, അതായത് നേരത്തെ സുപ്രീം കോടതി ഉത്തരവ് വന്നു. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഓർത്തഡോക്സ് സഭ പലതവണ കോടതികളെ സമീപിച്ചു. പലയിടത്തും അവർ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടുമായി പോയി. അതിന്റെ ഭാഗമായി പോലീസ് പ്രൊട്ടക്ഷൻ ലഭ്യമാകുന്നു. പക്ഷേ അത് പിന്നീട് ഒരു പ്രധാനപ്പെട്ട ക്രമസമാധാന പ്രശ്നമായി മാറുന്നത് പലപ്പോഴും കണ്ടു എന്നതാണ്. അതിൽ പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ ആരാധനാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് കൈമാറുക എന്നതിലൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ ഫോഴ്സിനെ ഉപയോഗിച്ച് ആരാധനാലയങ്ങൾ ഏറ്റെടുത്ത് കൈമാറുക എന്നൊരു ഉത്തരവാണ് വന്നത്. അങ്ങനെ ഏറ്റെടുത്ത് കൈമാറുക എന്നൊരു സാഹചര്യം ഈ കാര്യത്തിൽ വേണ്ടതുണ്ടോ എന്താണ്? അതായത് ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് ഒരു പൊതുവായ സ്ഥാപനം എന്ന നിലയ്ക്കാണല്ലോ കാണേണ്ടത്. അതിൽ ഒരു സിവിൽ കേസിന്റെ പശ്ചാത്തലത്തിൽ അതിൽ സർക്കാരുകൾക്ക് ഒരു പ്രത്യേക റോൾ ഉണ്ടാവുക, ഒരു ബാധ്യത ഉണ്ടാവുക എന്നൊരു കാര്യമാണ്. അതിൽ ആത്യന്തികമായി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം 6 പള്ളികളുടെ കാര്യത്തിൽ ഒരു ആശ്വാസം ലഭ്യമാകുന്നു എന്നാണ് ഇതിൽ ആത്യന്തികമായി സംഭവിക്കുന്നത്. അതായത് നീണ്ട നിയമപോരാട്ടം ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധിക്ക് ശേഷവും ഉണ്ടായി എന്നതാണ്. അതായത് യഥാർത്ഥത്തിൽ 1934 മലങ്കര ഭരണഘടന പ്രകാരം പള്ളികൾ ഭരിക്കുമ്പോൾ ആ പള്ളികളിൽ വികാരി ആരായിരിക്കണം എന്ന് തീരുമാനിക്കാൻ ഓർത്തഡോക്സ് കാതോലിക്കയ്ക്ക് അവകാശമുണ്ട്. ആ ഓർത്തഡോക്സ് കാതോലിക്ക നിയോഗിക്കുന്ന വികാരിയായിരിക്കും ഔദ്യോഗിക വികാരി. അതാണ് ഈ കേസിന്റെ ആകെ കാതൽ. പക്ഷേ 2 സഭകളായി പിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് യാക്കോബായ സഭയുടെ പള്ളികളിൽ ഓർത്തഡോക്സ് വികാരി വരികയെന്നാൽ ആ പള്ളി അവർക്ക് നഷ്ടപ്പെടുക എന്നാണ് ആത്യന്തികമായി സംഭവിക്കുക. ഫലത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഫോഴ്സിനെ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ആരാധനാലയം ഏറ്റെടുത്ത് കൈമാറുമ്പോൾ ഉണ്ടാകാവുന്ന ക്രമസമാധാന പ്രശ്നം പലയിടത്തും കണ്ടതാണ്. സുപ്രീം കോടതി വിധി പല പള്ളികളിലും നടപ്പായി. ഉദാഹരണത്തിന് എറണാകുളത്തെ വരിക്കോലി, കോലഞ്ചേരി, പിറവം പോലെയുള്ള പള്ളികളിലൊക്കെ നടപ്പായതാണ്. ഇനിയും നടപ്പാകാത്ത പള്ളികളിൽ ഈ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയും, അത് നടക്കാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പിന്നീട് പോയ അപ്പീലുകളും അതിന്മേൽ പോയ ഉത്തരവുകളുടെയും തുടർന്ന് കോടതി വിധികളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഏറ്റവും ഒടുവിൽ ഇത് പരിശോധിച്ചത് എന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ആശ്വാസം ഇക്കാര്യത്തിൽ യാക്കോബായ സഭയ്ക്ക് ലഭ്യമാകുന്നു. സർക്കാരിനെയും പോലീസിനെയും സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു കോടതി ലക്ഷ്യത്തിന്റെ വലിയ പ്രശ്നം നേരിട്ടാൽ സ്വാഭാവികമായും ഫോഴ്സിനെ ഉപയോഗിച്ച് ഏറ്റെടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ പ്രതിഷേധവും കാര്യങ്ങളും ഉണ്ടാകും. അങ്ങനെ ആ പ്രതിഷേധത്തെ അടക്കം നേരിട്ട് ഏറ്റെടുത്ത് കോടതിയിൽ നൽകുക എന്ന് പറയുമ്പോൾ അതൊരു ശ്രമകരമായ കാര്യമാണ്. അതൊരു ക്രമസമാധാന പ്രശ്നമാണ്. ഈ ബാധ്യതകളിൽ നിന്ന് തൽക്കാലത്തേക്ക് സർക്കാരും പോലീസും ഒഴിവാകുന്നു എന്താണ് ഇതിൽ ആത്യന്തികമായി സംഭവിച്ചിരിക്കുന്നത്. അത് ഫലത്തിൽ യാക്കോബായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന ഒന്നുമാണ്. സാധാരണഗതിയിൽ മുൻകാലങ്ങളിൽ ഇത്തരം കേസുമായി, അതായത് എല്ലാ പള്ളികളിലും മറ്റ് ആദ്യഘട്ടത്തിൽ വിധി വന്ന വരിക്കോലി ഉൾപ്പെടെയുള്ള, കോലഞ്ചേരി ഉൾപ്പെടെയുള്ള പള്ളികളുടെ കാര്യത്തിൽ വളരെ വേഗത്തിൽ തന്നെ കോടതി നടപടികളിലേക്ക് പോവുക എന്ന നിർദ്ദേശമാണ് നൽകിയിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് യാക്കോബായ സഭയ്ക്ക് ആശ്വാസമാണ്. പോലീസിനും സർക്കാരിനും ഒരർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബാധ്യത ഒഴിവായി കിട്ടുന്നു എന്ന ആശ്വാസവുമുണ്ട്. ശരി, ഏറ്റവും നിർണായകമായൊരു വിധിയാണ് വരുന്നത്. ഓർത്തഡോക്സ് സഭയ്ക്ക് തിരിച്ചടിയാകുന്നു. യാക്കോബായ സഭയ്ക്കും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാകുന്ന നടപടിയാണ് ഉണ്ടാകുന്നത്.